ക്യാൻസറിനെ നൂതനമായ ചികിത്സാ രീതിയെ പറ്റിയാണ് പറയുന്നത്. ക്യാൻസർ എന്ന രോഗം എണ്ണവും തോതും ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഫലമായി ഏറ്റവും ഗവേഷണം നടക്കുന്നതും ക്യാൻസറിലാണ്. അതിൻ്റെ ഭാഗമായി ഏറ്റവും നൂതന ചികിത്സാ രീതികൾ വരുന്നതും ക്യാൻസർ രോഗത്തിന് തന്നെയാണ്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് പലപ്പോഴും ക്യാൻസർ ചികിത്സയുടെ കോംപ്ലിക്കേഷൻസ് കുറവാണ്, ടോക്സിറ്റി കുറവാണ്. അത് കാരണമായി നിൽക്കുന്നത് ഈ ഗവേഷണ ഫലങ്ങളാണ്. പുതുതായി കാണുന്ന ചികിത്സാ രീതികളായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, റേഡിയോ ഇമ്മ്യൂണോ കോൺജുഗേറ്റ്, ആൻറ്റിബോഡി ഡ്രഗ് കോൺജുഗേറ്റ്, ഈ ചികിത്സാ രീതികളൊക്കെ ഇന്ന് സമൂഹത്തിൽ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും കിട്ടുന്നുണ്ട്, ചികിത്സ നടക്കുന്നുണ്ട്. അത് ലോകത്തുള്ള എല്ലാ ചികിത്സാ രീതികളും ഇന്ന് ഇവിടെയും അവൈലബിൾ ആണ്. അതിന് ഡീറ്റെയിൽ ആയ ഡിസ്കഷനും അതിൻ്റെ പ്ലാനും യൂഷ്വലി നടത്തുന്നത് ഒരു ടീം വർക്കിൻ്റെ ഭാഗമാണ്. ആ ടീം വർക്കായി എന്ന് പറയുന്ന എല്ലാ ദിവസങ്ങളിലും ട്യൂമർ ബോർഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ട്യൂമർ ബോർഡ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാ സ്പെഷ്യലിസ്റ്റ് ഓങ്കോളജി ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ടാവും. ഓങ്കോപത്തോളജിസ്റ്റ് ഉണ്ടാവും, ഓങ്കോ റേഡിയോളജിസ്റ്റ് ഉണ്ടാവും, ന്യൂക്ലിയർ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, ഓങ്കോ സർജൻ ഉണ്ടാവും, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഉണ്ടാവും, ജെനറ്റിസ്റ്റ് ഉണ്ടാവും, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഉണ്ടാവും, ഹെമറ്റോളജിസ്റ്റ് ഉണ്ടാവും, ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഉണ്ടാവും, പീഡിയാട്രിക് ഹെമറ്റോളജിസ്റ്റ് ഉണ്ടാവും. എല്ലാവരും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് ട്യൂമർ ബോർഡിൻ്റെ ഡിസ്കഷൻ പോകുന്നത്. അത് കഴിഞ്ഞാണ് ആ ചികിത്സ എന്ത് കൊടുക്കണം, അവർക്ക് എന്ത് ചികിത്സ കൊടുക്കാൻ പറ്റും. അതിനുശേഷം വിൽ ഡിസ്കസ് വിത്ത് പേഷ്യൻസ് റിഗാർഡിങ് ഡീറ്റെയിൽസ് റിഗാർഡിങ് ട്രീറ്റ്മെൻറ്റ്, കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, റെസ്പോൺസ് എങ്ങനെയാണ്, ഔട്ട്കം എങ്ങനെയാണ്, എങ്ങനെ കൊടുക്കേണ്ട വിധം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഇന്നിവിടെ ഇമ്മ്യൂണോതെറാപ്പി ചികിത്സ പലപ്പോഴും ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി വന്നിട്ടുള്ളത് ലങ് ക്യാൻസർ വന്നിട്ടുണ്ട്. ലങ് ക്യാൻസറിനുണ്ട്, ബ്ലാഡർ ക്യാൻസറിനുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നുണ്ട്, ഗ്യാസ്ട്രിക് ക്യാൻസറിനുണ്ട്, കൊളോൺ ക്യാൻസറിനുണ്ട്. കൊളോൺ ക്യാൻസറിൻ്റെ എസ്പെഷ്യലി റെക്ടൽ ക്യാൻസർ, അതിൽ സ്പെസിഫിക് ബയോമാർക്കർ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ, MSI ഹൈ ആയാൽ, ഒരു 5 to 10% ആൾക്കാർ MSI ഹൈ ആൾക്കാരാണ്. അവർക്ക് കിട്ടുന്ന ഔട്ട്കം വെരി ഗുഡ് ഔട്ട്കമാണ് വിത്തൗട്ട് നോ മേജർ ടോക്സിറ്റി. സോ ഇമ്മ്യൂണോതെറാപ്പി ഹാസ് ചേഞ്ച് മെനി ട്രീറ്റ്മെൻറ്റ് ഔട്ട്കം. വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. വോമിറ്റിംഗ് കുറയ്ക്കാനുള്ള ഇഞ്ചെക്ഷൻസ്, ഫുഡിൻ്റെ ടേസ്റ്റിനെ ബെറ്റർ ആക്കാനുള്ള കുറച്ച് മെഡിസിൻസ്, നമ്മൾ ഓവറോൾ ജനറൽ വെൽബീങ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കുറേ സപ്പോർട്ടീവ് മെഡിസിൻസും വന്നിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ നമ്മൾ കീമോതെറപ്പി അല്ലാതെ കുറേ പുതിയ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സും വന്നിട്ടുണ്ട്. അതിലൊന്ന് ഇമ്മ്യൂണോതെറപ്പിയാണ്. ഇമ്മ്യൂണോതെറപ്പി നമ്മൾ ബോഡീൻ്റെ പ്രതിരോധ ശക്തി കൂട്ടിയിട്ട് ക്യാൻസറിൻ്റെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. സോ ഇമ്മ്യൂണോതെറപ്പി യൂഷ്വലി ഒരു ഇഞ്ചക്ഷനായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് സെലൈനിൽ മിക്സ് ചെയ്തിട്ട് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ബോഡീൻ്റെ ഇമ്മ്യൂണിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാണ്. അപ്പോൾ അതിൽ സാധാരണ കീമോയിൽ കാണുന്ന കുറേയൊക്കെ സൈഡ് ഇഫക്ട്സ് ഇല്ല. ദാറ്റ് ഈസ് ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ആണ്. ബിക്കോസ് പണ്ടുള്ളത് <5% 35% ആയി കൂടി. സ്റ്റേജ് 4 ഡിസീസിന്, അഡ്വാൻസ് ലങ് ക്യാൻസറിന് പണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ ഔട്ട്കമാണ് സിഗ്നിഫിക്കൻ്റായി മാറിയിട്ടുള്ളത്. അതിനെ സ്പെസിഫിക് എക്സാമ്പിൾ ഒരു ALK പോസിറ്റീവായ ഒരു ലങ് ക്യാൻസർ ആണെങ്കിൽ അവർ മോർ ദാൻ 70% സർവൈവ് ഫോർ 5 years. ദർ ആർ ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ് ഉണ്ട്. അതിന് ഓരോന്നിനും ആ ബയോളജി വെച്ചിട്ടാണ് അതിൻ്റെ ഔട്ട്കം നിശ്ചയിക്കുന്നത്. ഇമ്മ്യൂണോ, കീമോ പ്ലസ് ടാർഗറ്റ് തെറാപ്പി, കീമോ പ്ലസ് റേഡിയേഷൻ, അല്ലെങ്കിൽ ഇനീഷ്യലി കീമോ കൊടുക്കുക, അസുഖത്തെ കുറച്ച് കൊണ്ടുവരിക, അത് കഴിഞ്ഞ് സർജറിക്ക് പോവാം, അത് കഴിഞ്ഞ് കീമോ കണ്ടിന്യൂ ചെയ്യുക. സോ മൾട്ടി ഡിസിപ്ലിനറി ടീം വർക്കും മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെൻറ്റുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ ഓരോന്നിനും ഓരോ ആൾക്കും ഡിഫറൻ്റ് ആയിരിക്കും. നമ്പറും തോന്നും വളരെ കൂടി കാണുന്നുണ്ട്. ഈ എൻഡോമെട്രിയം, യൂട്രൈൻ ക്യാൻസർ എണ്ണവും തോന്നും കൂടി കാണുന്നുണ്ട്. ഇത് മൂന്നാണ് നമ്മൾ ഈ 4, എസ്പെഷ്യലി കുടലിലെ വൻകുടലുകൾ, ആമാശയ ക്യാൻസറുകൾ, പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സ്. ദെൻ നെക്സ്റ്റ് ഈസ് ബ്രസ്റ്റ് ക്യാൻസർ. അതിൻ്റെ എണ്ണവും തോന്നും ദിനം പ്രതി കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഓങ്കോളജി എടുത്തു കഴിഞ്ഞാൽ സർജിക്കൽ പാർട്ടീസ് ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്, റേഡിയേഷൻ ചികിത്സ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്മോൾ ലീഷൻ, ലങ് ക്യാൻസറിൻ്റെ സ്മോൾ ലീഷനാണ്, പേഷ്യൻ്റെ സർജറിക്ക് ഫിറ്റ് അല്ല, അവർക്ക് ആ ഭാഗത്ത് മാത്രം റേഡിയേഷൻ കൊടുക്കുന്ന സൗകര്യമുണ്ട്. SBRT, സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ തെറാപ്പി, ആ ഭാഗത്ത് മാത്രം കൊടുക്കുന്നതായിരിക്കും. ഇറ്റ്സ് ഈക്വൽ ടു സർജറി, ആൾമോസ്റ്റ് ഈക്വൽ ടു സർജറി. അപ്പോൾ ലിവറിലൊരു ലീഷൻ കാണുന്നുണ്ട്, സ്മോൾ ലീഷൻ, വേറെ എവിടെ ഇല്ല, വി ക്യാൻ സർജറിക്ക് ഫിറ്റ് അല്ലെങ്കിൽ അവിടെ സ്പെസിഫിക് ആയിട്ട് റേഡിയേഷൻ കൊടുക്കാം. ദാറ്റ് ഇസ് കോൾഡ് സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ തെറാപ്പി. ഈ സിസ്റ്റങ്ങൾ കൂടെ അവൈലബിൾ ആണ്, കൊടുക്കാറുണ്ട്.
ടൈപ്പ് ഓപ്ഷൻ നമ്മൾ പുതിയതായിട്ട് വന്ന് ടാർഗറ്റ് തെറപ്പി. ടാർഗറ്റ് തെറപ്പിയിൽ നമ്മൾ ക്യാൻസറിൻ്റെ ചില ടാർഗറ്റ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ്, ഈ ഓറൽ ടാബ്ലറ്റ്സ് ആണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ്സിൽ നമ്മൾ ഡിസീസിൻ്റെ ഒരു കൺട്രോൾ കിട്ടും. ആൻഡ് ചില ടൈപ്പിൽ, ഫോർ എക്സാമ്പിൾ ലങ് ക്യാൻസറിൽ ഒരു EGFR ടൈപ്പ് ഉണ്ട്, ആൽക്ക് ടൈപ്പ് ഉണ്ട്. അതിലൊക്കെ 4ാമത്തെ സ്റ്റേജ് പേഷ്യൻ്റ് 5 മുതൽ 10 വർഷമൊക്കെ അതിജീവിക്കാൻ പറ്റും. അത് അസുഖം അത്ര ലോങ് ടേം ആയിട്ട് നമുക്ക് സിമ്പിൾ ഒരു ടാബ്ലറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ആക്ച്വലി ഇമ്മ്യൂണോതെറപ്പി ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ എപ്പോഴും അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇമ്മ്യൂണോതെറപ്പി വന്നപ്പോൾ ഓൾമോസ്റ്റ് പെർ ഇഞ്ചെക്ഷൻ ക്ലോസ് ടു 3 to 4 lakhs ഒക്കെ ആയിരുന്നു പണ്ട് വന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കോസ്റ്റ് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴും ഈ ഒരു ഇമ്മ്യൂണോതെറപ്പി ഔട്ട്സൈഡ് ഇമ്പോർട്ടായിട്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ കോസ്റ്റ് ഓഫ് 1 ഇഞ്ചെക്ഷൻ ലെസ് ദൻ 80,000 75,000 റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്.